എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു IPL 2025 കിരീടം നേടിയതിന്റെ വിജയാഘോഷങ്ങൾക്കിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിരക്കിലും 11 പേർ മരിക്കുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം രാജ്യത്തെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ദാരുണമായ സംഭവത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. RCBയുടെ ചരിത്രപരമായ വിജയത്തിനു ശേഷം ടീമിനെ ഒരു നോക്ക് കാണാനും വിജയാഘോഷങ്ങളിൽ പങ്കുചേരാനുമായി ആയിരക്കണക്കിന് ആരാധകരാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടിയത്. സ്റ്റേഡിയത്തിന്റെ 35,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിയേക്കാൾ എത്രയോ അധികം, ഏകദേശം 2-3 ലക്ഷത്തോളം ആളുകളാണ് അവിടെ തടിച്ചുകൂടിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസിന് ഏറെ പാടുപെടേണ്ടി വന്നു. വൈകുന്നേരം 4 മണിയോടെ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് നമ്പർ 3 പുറത്ത് തിരക്കിലും പെട്ട് 15-ലധികം പേർ താഴെ വീഴുകയായിരുന്നു. ഇത് വലിയ അപകടത്തിലേക്ക് നയിച്ചു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ബോറിംഗ് ആശുപത്രിയിലേക്കും മറ്റ് സമീപ ആശുപത്രികളിലേക്കും മാറ്റിയെങ്കിലും 11 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. മരണപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. സംഭവം അറിഞ്ഞയുടൻ വിരാട് കോഹ്ലി ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തി പ്രതികരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സാമ്പത്തിക സഹായം നൽകുമെന്നും RCBയും കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇത് മനുഷ്യജീവൻ പകരമാവില്ലെന്നും ദുരിതത്തിൽ കഴിയുന്നവർക്ക് താങ്ങും തണലുമാകാനാണ് ഈ സഹായമെന്നും അവർ വ്യക്തമാക്കി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സയും വാഗ്ദാനം ചെയ്തു. സംഭവത്തെക്കുറിച്ച് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച പാളിച്ചകളും സംഘാടനത്തിലെ പോരായ്മകളും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. BCCIയും കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ഭാവിയിൽ ഇത്തരം ആഘോഷങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പുനൽകുകയും ചെയ്തു. ഈ ദുരന്തം വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്ന പരിപാടികളുടെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.